In animals, placenta is divided into different categories based on different criteria. In this session, we are going to discuss about the classification of placenta. As we all know, placenta is the embryonic structure which is formed by the fusion of fetal and uterine tissue. ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസും മറ്റേണൽ എൻവയോൺമെൻറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്ലാസൻഡ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്, ന്യൂട്രിയൻസ്, റെസ്പിറേറ്ററി ഗ്യാസസ്, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ഇതെല്ലാം സംഭവിക്കുന്നത് പ്ലാസൻഡ എന്ന് പറയുന്ന മീഡിയം ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ പ്ലാസൻഡയുടെ ഒരു അനാട്ടമി നമുക്ക് അനലൈസ് ചെയ്യാം. അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് അനലൈസ് ചെയ്യാം. പ്ലാസൻഡയ്ക്ക് രണ്ട് പോർഷൻസ് ആണ് ഉള്ളത്, ഫീറ്റൽ പോർഷനും അതുപോലെ തന്നെ മറ്റേണൽ പോർഷനും. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആയിട്ടുള്ള കോറിയോണിന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് സർഫസിൽ ഉണ്ടായിരിക്കും. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് കോറിയോണിക് വില്ലൈ ഓർ കോറിയോണിക് വില്ലസ്. ഈ കോറിയോണിക് വില്ലൈ യൂട്രൈൻ എൻഡോമെട്രിയം, യൂട്രസിൻ്റെ വോളിലുള്ള എൻഡോമെട്രിയൽ വോളിലുള്ള ഡിപ്രഷൻസുമായിട്ട് ഇൻ്റർ ഡിജിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടാണ് പ്ലാസൻഡ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീറ്റൽ പോർഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും വരുന്നത് കോറിയോണിക് വില്ലയാണ്. ഇനി മറ്റേണൽ പോർഷൻ എന്ന് പറയുന്നത് യൂട്രൈൻ എൻഡോമെട്രിയമാണ്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോറിയോണിക് വില്ലസ് കാണാൻ സാധിക്കും, പ്രൊജക്ഷൻസ്. അപ്പോൾ ആ പ്രൊജക്ഷൻസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് യൂട്രൈൻ എൻഡോമെട്രിയമാണ്. ഇപ്പോൾ ഇനി ഇതിൻ്റെ മറ്റേണൽ സൈഡും അതുപോലെ തന്നെ ഫീറ്റൽ സൈഡും നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്. ഫീറ്റൽ വെയിന്, ഫീറ്റൽ ആർട്ടറി, അത് ഫീറ്റൽ സൈഡിൽ. ദെൻ മറ്റേണൽ വെയിന്, മറ്റേണൽ ആർട്ടറി. അപ്പോൾ ഈ ആൾട്രാ സ്ട്രക്ചർ ഏകദേശം മനസ്സിലാക്കി എടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇനി ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ പല ക്രൈറ്റീരിയയെ ബേസ് ചെയ്തിട്ടാണ്. പ്ലാസൻഡ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് കോണ്ടാക്ട്, ദ മോഡ് ഓഫ് ഇംപ്ലാന്റേഷൻ, distribution of chorionic villi, then the histological intimacy between fetal and maternal tissue, the type of fetal membranes involved. First category, classification based on the nature of contact. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പല കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറിയാണ് ഇൻഡെസിഡുവേറ്റ് ടൈപ്പ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ഈസ് സൂപ്പർഫിഷ്യൽ. അതായത് കോറിയോണിക് വില്ലയും അതുപോലെ തന്നെ യൂട്രൈൻ എൻഡോമെട്രിയം തമ്മിലുള്ള അസോസിയേഷൻ അത്ര സ്ട്രോങ് അല്ല. ദ കണക്ഷൻ ബിറ്റ്വീൻ കോറിയോണിക് വില്ലേ ആൻഡ് യൂട്രൈൻ വാൾ ഈസ് നോട്ട് ടൈറ്റ്. അങ്ങനെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ആണ് ഇൻഡെസിഡുവേറ്റ് പ്ലാസൻഡയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാറ്റഗറി വരുന്ന ഓർഗാനിസംസ് ആണ് അങ്കുലേറ്റ്സ്, ഹൂഫ്ഡ് ആനിമൽസ്, ദെൻ അക്വാട്ടിക് മാമൽസ് ആൻഡ് പ്രൈമേറ്റ്സിനകത്ത് ലെമൂസ് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ ഇൻഡെസിഡുവേറ്റ് ടൈപ്പിനകത്ത് കോറിയോണിക് വില്ലയും യൂട്രൈൻ വോളും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അത്ര ടൈറ്റ് അല്ല. ഇനി അടുത്ത കാറ്റഗറിയാണ് ഡെസിഡുവേറ്റ്. നേച്ചർ ഓഫ് കോണ്ടാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡെസിഡുവേറ്റ്. ഇപ്പോൾ ഇംപ്ലാന്റേഷൻ ഇവിടെ സൂപ്പർഫിഷ്യൽ അല്ല. ദാറ്റ് മീൻസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ കോറിയോണിക് വില്ലേ ആൻഡ് യൂട്രൈൻ വോൾ ഈസ് വെരി ടൈറ്റ്. അപ്പോൾ കോറിയോണിക് വില്ലയും യൂട്രൈൻ വോളും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്, വളരെ ടൈറ്റ് ആണ്. ലാർജ് പാർട്ട് ഓഫ് ദ യൂട്രൈൻ ടിഷ്യൂ ഈസ് ലോസ്റ്റ് ഡ്യൂറിങ് ഡെലിവറി. അപ്പോൾ പാർച്ചുറേഷൻ്റെ സമയത്ത്, ഡെലിവറിയുടെ സമയത്ത് ഈ യൂട്രൈൻ ടിഷ്യൂവിൻ്റെ ഒരു മേജർ പോർഷൻ നശിച്ച് അല്ലെങ്കിൽ റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. ദ മറ്റേണൽ ടിഷ്യൂ ദാറ്റ് എക്സ്പെൽഡ് ഔട്ട് ഈസ് കോൾഡ് ഡെസിഡുവ. അതായത് ഇത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്.
കോറിയോണിക് വില്ലയും യൂട്രൈൻ വോളും തമ്മിൽ. അപ്പോൾ ഈ ഫീറ്റസ് എക്സ്പെൽഡ് ഔട്ട് ചെയ്യുമ്പോഴേക്കിന് ആ യൂട്രൈൻ വോളിൻ്റെ പോർഷൻസും ആ കൂടെ തന്നെ റിലീസ്ഡ് ആവും, ടോൺഡ് ആയിട്ട് റിലീസ്ഡ് ആവും. അപ്പോൾ മറ്റേണൽ ടിഷ്യൂ കുറേയേറെ ഡെലിവറിയുടെ സമയത്ത് റിലീസ്ഡ് ആവും. അങ്ങനെ റിലീസ്ഡ് ആകുന്ന അല്ലെങ്കിൽ എക്സ്പെൽഡ് ഔട്ട് ചെയ്യുന്ന മറ്റേണൽ ടിഷ്യൂവിന് പറയുന്ന പേരാണ് ഡെസിഡ്യൂവ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡെസിഡ്യൂവേറ്റ് ടൈപ്പ് പ്ലാസൻറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് കാർണിവോറസ് ഓർഗാനിസംസ്, ദെൻ പ്രൈമേറ്റ്സ്. ഇനി അടുത്താണ് കോൺട്രാ ഡെസിഡുവേറ്റ്. ഇപ്പോൾ ഇതൊരു മോഡിഫൈഡ് ആയിട്ടുള്ള ഡെസിഡുവേറ്റ് പ്ലാസൻ്റെയാണ്. ഇവിടെ പ്ലാസൻ്റയുടെ പോർഷൻസ് ഒന്നും ഡെലിവറിയുടെ സമയത്ത് എക്സ്പെൽഡ് ഔട്ട് ചെയ്യുന്നില്ല. ഡെസിഡുവ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇവിടെ ഇല്ല. ദ ഫീറ്റൽ പോർഷൻ ഓഫ് ദ പ്ലാസൻ്റ റിമെയിൻ ഇൻ ദ യൂട്രസ് ഡിഗ്രേഡഡ് ആൻഡ് റീഅബ്സോർബ്ഡ്. അപ്പോൾ പ്ലാസൻ്റയുടെ ഫീറ്റൽ പോർഷൻ എന്ന് പറയുന്നത് അത് യൂട്രസിൽ റിമെയിൻ ചെയ്യും. അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ അതിൻ്റെ ഡിഗ്രഡേഷൻ നടക്കും, അതിനെ റീഅബ്സോർബ് ചെയ്യപ്പെടും. ഈ കാറ്റഗറിയിൽ വരുന്നത് 2 ഓർഗാനിസംസ് ആണ്, ടാൽപ്പ ആൻഡ് ബാൻഡിക്കൂട്ട്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ്റെ മോഡിനെ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി സൂപ്പർഫിഷ്യൽ ടൈപ്പ്. ദ ഫീറ്റസ് ഈസ് ഫൗണ്ട് ഫേസിങ് ടുവേർഡ്സ് ദ മെയിൻ ക്യാവിറ്റി ഓഫ് ദ യൂട്രസ്. അപ്പോൾ ഇവിടെ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ഫീറ്റസ് എന്ന് പറയുന്നത് യൂട്രസിനകത്ത്, ആ യൂട്രസിൻ്റെ മെയിൻ ക്യാവിറ്റിക്കകത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സാമ്പിളാണ് പിഗ് ആൻഡ് കൗ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ സെൻട്രിക് ടൈപ്പ് എന്നുള്ളതാണ് സൂപ്പർഫിഷ്യൽ ടൈപ്പ് ഓഫ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് യൂട്രസ്. ആ യൂട്രസിനകത്ത് ബ്ലാസ്റ്റോസിസ്റ്റ് അതിൻ്റെ മെയിൻ ക്യാവിറ്റിയിൽ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് എക്സെൻട്രിക് ടൈപ്പ്. ദ ഫീറ്റസ് ലൈസ് ഇൻ പോക്കറ്റ്സ് ഓർ ഫോൾസ് ഓഫ് ദ യൂട്രസ് എവേ ഫ്രം ദ മെയിൻ ക്യാവിറ്റി. ഇപ്പോൾ യൂട്രസിൻ്റെ മെയിൻ ക്യാവിറ്റിയിൽ നിന്ന് മാറി ചെറിയ പോക്കറ്റ്സ് പോലെയുള്ള വേറെ റീജിയൻസിൽ, അഡീഷണൽ ആയിട്ടുള്ള റീജിയൻസിലാണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ക്യാവിറ്റി. അതിൽ നിന്ന് മാറി ഒരു പോക്കറ്റ് പോലെയുള്ള ഒരു ഇൻവാജിനേഷൻ, ആ പർട്ടിക്കുലർ റീജിയണിൽ ഫീറ്റസ് ഇംപ്ലാന്റഡ് ആയിരിക്കുന്നു. ഇപ്പോൾ മൗസ്, റാറ്റ് ഇതൊക്കെ എക്സെൻട്രിക് ടൈപ്പ് പ്ലാസൻ്റ എക്സിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഓർഗാനിസംസ് ആണ്. ഇനി അടുത്തതാണ് ഇൻഡർസ്റ്റീഷ്യൽ ടൈപ്പ്. കോറിയോണിക് സാക് പെനട്രേറ്റ്സ് ഡീപ്പ് ഇൻ ടു ദ യൂട്രൈൻ വോൾ. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂട്രസിൻ്റെ വോളിലേക്ക് വളരെ ഡീപ്പായിട്ട് കോറിയോൺ പെനട്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് യൂട്രൈൻ വോൾ. ആ യൂട്രൈൻ വോളിനകത്തേക്ക് വളരെ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്താണ് അവിടെ ഫീറ്റസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഹ്യൂമൻ പ്ലാസൻ്റ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീഷ്യൽ ടൈപ്പ് പ്ലാസൻ്റയാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോറിയോണിക് വില്ലേ. എങ്ങനെയാണ് പ്ലാസൻ്റയുടെ സർഫസിൽ ഈ യൂട്രൈൻ വോളുമായിട്ട് അസോസിയേഷൻ ഉണ്ടാക്കുന്ന കോറിയോണിക് വില്ലേ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് പല കാറ്റഗറീസ് ഉണ്ട്. ആദ്യത്തെ കാറ്റഗറിയാണ് ഡിഫ്യൂസ് ടൈപ്പ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് വില്ലേ ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ബ്ലാസ്റ്റോസിസ്റ്റ്. ഇപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ എൻറ്റയർ സർഫസിൽ യൂണിഫോം ആയിട്ട് വില്ലേ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ പിഗ്, ഹോഴ്സ് ഒക്കെ ഈ രീതിയിലുള്ള ഡിഫ്യൂസ് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ വില്ലേ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഡിഫ്യൂസ് ടൈപ്പിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും എന്താണ്, ഇതിൻ്റെ കോറിയോണിക് വില്ലയാണ്. അപ്പോൾ പ്ലാസൻ്റ, എൻറ്റയർ പ്ലാസൻ്റയെ കവർ ചെയ്ത് കോറിയോണിക് വില്ലേ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇനി അടുത്തതാണ് കോട്ടിലിഡറി ടൈപ്പ്. ഈ കോട്ടിലിഡറി ടൈപ്പിൻ്റെ പ്രത്യേകത, കോട്ടിലിഡോൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്സ് ആയിട്ടാണ് വില്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വില്ലേ ആർ അറേഞ്ച്ഡ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഈച്ച് ഗ്രൂപ്പ് ഈസ് കോൾഡ് കോട്ടിലിഡോൺ. ഇപ്പോൾ ക്ലസ്റ്റേഴ്സ് ആയിട്ട്
അസംബ്ലേജ് ആയിട്ട് ഗ്രൂപ്പ്സ് ആയിട്ടാണ് വില്ലേ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. ഇപ്പോൾ യൂട്രൈൻ വോളിന് പോക്കറ്റ്സ് ഉണ്ട്. ആ പോക്കറ്റ്സിലേക്കാണ് ഈ കോട്ടിലിഡോൺസ് ഫിറ്റ് ആകുന്നത്. ആ പോക്കറ്റ്സിന് പറയുന്ന പേരാണ് കരങ്കിൾസ്. കൗ, ഷീപ്പ്, ഡിയർ ഒക്കെ കോട്ടിലിനറി ടൈപ്പ് പ്ലാസന്റ എക്സിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഓർഗാനിസംസ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മൾട്ടി കോട്ടിലിനറി ടൈപ്പ് ഒരു പ്ലാസന്റയാണ് നിങ്ങൾ കാണുന്നത്. ആ പ്ലാസന്റയുടെ അല്ലെങ്കിൽ ആ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഫീറ്റസിൻ്റെ സർഫസ് മുഴുവനും നമുക്ക് കോട്ടിലിഡോൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ട് വില്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഓരോ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതും കോട്ടിലിഡോൺസ് ആണ്. ഈ കോട്ടിലിഡോൺസ് കരങ്കിൾസ് എന്ന് പറയുന്ന യൂട്രൈൻ വോളിലുള്ള പോക്കറ്റ്സുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. ഇനി അടുത്തതാണ് ഇന്റർമീഡിയറ്റ് ടൈപ്പ്. ഇന്റർമീഡിയറ്റ് ടൈപ്പിന്റെ പ്രത്യേകത വില്ലേ കോട്ടിലിഡോൺസ് ആയിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിഫ്യൂസ് ആയിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫ്യൂസിൻ്റെയും കോട്ടിലിഡനറിയുടെയും ഒരു ഇടയ്ക്ക് വരുന്ന ഒരു ടൈപ്പാണ് ഇന്റർമീഡിയറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാമൽ, ജിറാഫ് ഒക്കെ ഇന്റർമീഡിയറ്റ് ടൈപ്പ് പ്ലാസന്റ എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ഇനി അടുത്താണ് സോണറി ടൈപ്പ്. ദ വില്ലേ ആർ അറേഞ്ച്ഡ് ആസ് സർക്കിൾസ് അറൌണ്ട് ദ ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിന് ചുറ്റും സർക്കിൾസ് ആയിട്ട് ബാൻഡ്സ് ആയിട്ടാണ് വില്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ക്യാറ്റ്, ഡോഗ് ഒക്കെ സോണറി ടൈപ്പ് കാണിക്കുന്ന ഓർഗാനിസംസ് ആണ്. ഇനി അടുത്താണ് ഡിസ്കോയിഡൽ ടൈപ്പ്. ദ വില്ലേ ആർ അറേഞ്ച്ഡ് ഇൻ ടു ഡിസ്ക് ഷേപ്ഡ് ഏരിയാസ്. അപ്പോൾ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആണ് വില്ലേ. റോഡൻസ് ഡിസ്കോയിഡൽ ടൈപ്പ് പ്ലാസന്റയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഈ സോണറി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് ഒരു ബാൻഡ് പോലെ ബ്ലാസ്റ്റോസിസ്റ്റിന് ചുറ്റും ഒരു സർക്കുലർ അറേഞ്ച്മെന്റ് ഗ്രൂപ്പായിട്ട് വില്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതാണ് സോണറി ടൈപ്പ്. ഡിസ്കോയിഡ് ടൈപ്പിന്റെ പ്രത്യേകത ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ചില ഏരിയയിൽ മാത്രമാണ് വില്ലേ റെസ്ട്രിക്റ്റഡ് ആയിരിക്കുന്നത്. ഇനി അടുത്താണ് മെറ്റാ ഡിസ്കോയിഡൽ ടൈപ്പ്. The villi are uniformly distributed at first. Later they are restricted to one or more disc-shaped areas. അപ്പോൾ ആദ്യമേ യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് വില്ലേ കാണിക്കുന്നത്. അതിനുശേഷം അവയുടെ ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയനിലേക്ക്, ഒന്നോ രണ്ടോ റീജിയനിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള കുറേ ഏരിയസിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. എക്സാമ്പിളാണ് പ്രൈമേറ്റ്സ്. അപ്പോൾ ഇവിടെ മോണോഡിസ്കോയിഡൽ എന്ന് പറയുന്ന ടൈപ്പാണ് ഹ്യൂമൻസിൽ കാണുന്നത്. അപ്പോൾ ആദ്യമേ ഒരു യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് വില്ലയുടെ ഉള്ളത്. പിന്നീട് ഒരു പർട്ടിക്കുലർ ഡിസ്ക് ഷേപ്ഡ് ഏരിയയിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഹ്യൂമൻസിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് ഇതിനെ മോണോഡിസ്കോയിഡൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പം മങ്കീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവയിലുള്ള വില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ ലേറ്റർ സ്റ്റേജസിൽ രണ്ട് ഡിസ്ക് ഷേപ്ഡ് ഏരിയാസിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബൈ ഡിസ്കോയിഡൽ എന്ന് പറയും. അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഹിസ്റ്റോളജിക്കൽ ഇൻറ്റിമസി ബിറ്റ്വീൻ ഫീറ്റൽ ആൻഡ് മെറ്റേണൽ ടിഷ്യൂ. മാമൽസിൻ്റെ ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ മമേലിയൻ പ്ലാസൻ്റെയും 6 തരത്തിലുള്ള ടിഷ്യൂസാണ് ഹിസ്റ്റോളജിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ കിട്ടുന്നത്. ഫീറ്റൽ എൻഡോത്തീലിയം, കോറിയോണിക് കണക്റ്റീവ് ടിഷ്യൂ, ദെൻ കോറിയോണിക് എപ്പിത്തീലിയം. ഇത്രയും വരുന്നത് ഫീറ്റൽ സൈഡിലാണ്. ഫീറ്റൽ എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫീറ്റൽ ബ്ലഡ് വെസൽസിൻ്റെ വോളിനെയാണ്. ദെൻ ഈ ഫീറ്റൽ ബ്ലഡ് വെസൽസ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മാട്രിക്സ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് കോറിയോണിക് കണക്റ്റീവ് ടിഷ്യൂ. ഇനി ഇതിനെല്ലാം കവർ ചെയ്ത് ഒരു എപ്പിത്തീലിയൽ സെൽസിൻ്റെ കവറിംഗ് ഉണ്ട്, ഒരു എപ്പിത്തീലിയം ഉണ്ട്. അതിനെയാണ് കോറിയോണിക് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ വരുന്നത് ഫീറ്റൽ സൈഡിലാണ്. പ്ലാസൻ്റയുടെ ഫീറ്റൽ സൈഡിലുള്ള ടിഷ്യൂസാണ് ഇപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നതെല്ലാം. ഇനി വരുന്നത് മറ്റേണൽ സൈഡിലുള്ളതാണ്. അപ്പോൾ ആദ്യത്തേത് മറ്റേണൽ യൂട്ടറൈൻ എപ്പിത്തീലിയം. യൂട്ടറൈൻ വോളിൻ്റെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് മറ്റേണൽ യൂട്ടറൈൻ എപ്പിത്തീലിയം എന്ന് പറയുന്ന പോർഷൻ. ഇനിയുള്ളത് മറ്റേണൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഈ മറ്റേണൽ കണക്റ്റീവ് ടിഷ്യൂ മാട്രിക്സിലാണ്
മറ്റേണൽ ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പോർഷൻ ഫീറ്റൽ സൈഡിൽ നിന്നുള്ള ടിഷ്യൂസ് ആണ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് മറ്റേണൽ സൈഡിൽ നിന്നുള്ള ടിഷ്യൂസ് ആണ്. ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഇൻവോൾവ് പ്ലാസൻഡ ഈസ് ക്ലാസിഫൈഡ്. ഏതൊക്കെ ടിഷ്യൂസ് ആണ് പ്ലാസൻഡ ഫോർമേഷനിൽ വരുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് പ്ലാസൻഡയെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫീറ്റൽ മറ്റേണൽ ടിഷ്യൂ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും പോർഷന്, ഈ 3 പോർഷനും വരുന്നത് ഫീറ്റൽ സൈഡിലാണ്. അപ്പോൾ കോറിയോണിക് എപ്പിത്തീലിയം, ദെൻ കോറിയോണിക് കണക്റ്റീവ് ടിഷ്യൂ, ഫീറ്റൽ എൻഡോത്തീലിയം. അപ്പോൾ ഇവിടെ ഫീറ്റൽ എൻഡോത്തീലിയം എന്ന് പറയുന്നത് ഫീറ്റൽ ബ്ലഡ് വെസൽസിൻ്റെ വോളാണ്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിനകത്ത് ബ്ലഡ് സെൽസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വോൾ ഇവിടെയുണ്ട്. ആ ബ്ലഡ് വെസൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ മാട്രിക്സ് ആണ് കോറിയോണിക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി അതിനെയെല്ലാം ഗാർഡ് ചെയ്ത് ഒരു ബൗണ്ടറി, കോറിയോണിക് എപ്പിത്തീലിയം. ഇനി മറ്റേണൽ സൈഡിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും ഇന്നർ സൈഡിൽ യൂട്രൈൻ എൻഡോത്തീലിയം ഉണ്ട്. മറ്റേണൽ ബ്ലഡ് വെസൽസിൻ്റെ വോളുണ്ട്. ഇതാണ് മറ്റേണൽ ബ്ലഡ് വെസൽസിൻ്റെ വോള്. അകത്ത് ബ്ലഡ് സെൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ബ്ലഡ് വെസൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ മാട്രിക്സ്, അതാണ് യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ. അതിനെല്ലാം ഗാർഡ് ചെയ്യുന്ന യൂട്രൈൻ എപ്പിത്തീലിയം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ തരത്തിലുള്ള ടിഷ്യൂസ് ആണ് പ്ലാസൻഡ ഫോർമേഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് പല കാറ്റഗറി പ്ലാസൻഡയുണ്ട്. ആദ്യത്തെയാണ് എപ്പിത്തീലിയോ കോറിയൽ പ്ലാസൻഡ. ഈ എപ്പിത്തീലിയൽ കോറിയോ പ്ലാസൻഡയുടെ പ്രത്യേകത, ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ടിഷ്യൂസും ഉണ്ട്. അതായത് ഫീറ്റൽ സൈഡിൽ നിന്ന് കോറിയോണിക് എപ്പിത്തീലിയം, കോറിയോണിക് കണക്റ്റീവ് ടിഷ്യൂ, ഫീറ്റൽ എൻഡോത്തീലിയം, ദെൻ മറ്റേണൽ സൈഡിൽ നിന്ന് യൂട്രൈൻ എപ്പിത്തീലിയം, യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ, യൂട്രൈൻ എൻഡോത്തീലിയം എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ടിഷ്യൂ പോർഷൻസും എക്സിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാസൻഡയാണ് എപ്പിത്തീലിയോ കോറിയൽ. ഹോഴ്സ്, പിഗ്, കാറ്റിൽ അതിലൊക്കെ ഈ തരത്തിലുള്ള പ്ലാസൻഡയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് സിൻഡെസ്മോ കോറിയൽ പ്ലാസൻഡ. സിൻഡെസ്മോ കോറിയൽ പ്ലാസൻഡയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ യൂട്രൈൻ എപ്പിത്തീലിയം, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യൂട്രൈൻ എപ്പിത്തീലിയം ഡീഗ്രേഡഡ് ആണ്. അപ്പോൾ കോണ്ടാക്ട് എന്ന് പറയുന്നത്, മറ്റേണൽ സൈഡിൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ ഡയറക്റ്റ് ആയിട്ട് കോറിയോണിക് എപ്പിത്തീലിയവുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ തരത്തിലുള്ള പ്ലാസൻഡയ്ക്ക് പറയുന്ന പേരാണ് സിൻഡെസ്മോ കോറിയൽ. അപ്പോൾ അവിടെ അട്രോഫൈഡ് ആയിട്ടുള്ളത് ആരാണ്? യൂട്രൈൻ എപ്പിത്തീലിയമാണ്. അതുകൊണ്ട് യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ കോറിയോണിക് എപ്പിത്തീലിയവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ആ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം റുമിനേറ്റിംഗ് അംഗുലേറ്റ്സ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്ന പ്ലാസൻഡ എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ്. ഇനി അടുത്താണ് എൻഡോത്തീലിയോ കോറിയൽ. എൻഡോത്തീലിയൽ കോറിയൽ പ്ലാസൻഡയുടെ പ്രത്യേകത, അവിടെ കണക്ഷൻ എന്ന് പറയുന്നത് യൂട്രൈൻ ബ്ലഡ് വെസൽസിൻ്റെ, മറ്റേണൽ ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയവും അതുപോലെ തന്നെ കോറിയോണിക് എപ്പിത്തീലിയവും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷനാണ്. അവിടെ ഡിജനറേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത് യൂട്രൈൻ എപ്പിത്തീലിയവും അതുപോലെ തന്നെ യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ ആണ്. മറ്റേണൽ ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയം കോറിയോണിക് എപ്പിത്തീലിയവുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാർണിവേഴ്സ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഡോഗ്, ക്യാറ്റ്, ടൈഗർ ഇതുപോലുള്ള കാർണിവേഴ്സിലൊക്കെ എൻഡോത്തീലിയോ കോറിയൽ പ്ലാസൻഡ കാണാൻ സാധിക്കും. ഇനി അടുത്താണ് ഹീമോകോറിയൽ പ്ലാസൻഡ. ഇപ്പോൾ ഹീമോകോറിയൽ പ്ലാസൻഡയുടെ പ്രത്യേകത, അവിടെ യൂട്രൈൻ എൻഡോത്തീലിയം വരെ ഡീഗ്രേഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അതായത് മറ്റേണൽ സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ യൂട്രൈൻ എപ്പിത്തീലിയം ഇല്ല, യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ ഇല്ല, അതുപോലെ തന്നെ യൂട്രൈൻ എൻഡോത്തീലിയവും ഇല്ല. അതായത് ബ്ലഡ് സെൽസ് ഡയറക്റ്റ് കോറിയോണിക് എപ്പിത്തീലിയവുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയാണ്. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഹീമോകോറിയൽ പ്ലാസൻഡ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്ലാസൻഡയുടെ പ്രത്യേകത കോറിയോണിക് വില്ലേ,
അതായത് കോറിയോണിക് എപ്പിത്തീലിയത്തിൻ്റെ പ്രൊജക്ഷൻസ് ആണ് കോറിയോണിക് വില്ലേ എന്ന് പറയുന്നത്. ഈ കോറിയോണിക് വില്ലേ എന്ന് പറയുന്നത് ഡയറക്റ്റ് മറ്റേണൽ ബ്ലഡിൽ ബേസ്ഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രൈമേറ്റ്സിൽ ഒക്കെ ഹീമോകോറിയൽ പ്ലാസൻ്റ എക്സിസ്റ്റ് ചെയ്യും. ഇനി അടുത്തതാണ് ഹീമോ എൻഡോത്തീലിയൽ ടൈപ്പ്. ഹീമോ എൻഡോത്തീലിയൽ ടൈപ്പിൻ്റെ പ്രത്യേകത എല്ലാ തരത്തിലുള്ള മറ്റേണൽ ടിഷ്യൂ ലെയറും പോയിരിക്കുകയാണ്. അതായത് യൂട്രൈൻ എപ്പിത്തീലിയം, യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ, യൂട്രൈൻ എൻഡോത്തീലിയം എല്ലാം പോയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ കോറിയോണിക് എപ്പിത്തീലിയവും കോറിയോണിക് കണക്റ്റീവ് ടിഷ്യൂവും നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് മറ്റേണൽ ബ്ലഡ് സെൽസ് ഡയറക്റ്റ് ഫീറ്റൽ എൻഡോത്തീലിയവുമായിട്ട് കോണ്ടാക്റ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫീറ്റൽ എൻഡോത്തീലിയം എന്ന് പറയുന്നത് മറ്റേണൽ ബ്ലഡിനകത്ത് ബേസ്ഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ കാറ്റഗറൈസേഷൻ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യത്തെ കാറ്റഗറിയാണ് എപ്പിത്തീലിയോ കോറിയൽ. എപ്പിത്തീലിയോ കോറിയലിൻ്റെ പ്രത്യേകത എല്ലാ തരത്തിലുള്ള മറ്റേണൽ ഫീറ്റൽ ടിഷ്യൂസും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫീറ്റൽ എൻഡോത്തീലിയം, കോറിയോണിക് കണക്റ്റീവ് ടിഷ്യൂ, കോറിയോണിക് എപ്പിത്തീലിയം, ദെൻ യൂട്രൈൻ എപ്പിത്തീലിയം, യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ, യൂട്രൈൻ എൻഡോത്തീലിയം. ഇനി സിൻഡസ്മോ കോറിയലിൻ്റെ പ്രത്യേകത അവിടെ മറ്റേണൽ സൈഡിൽ നിന്ന് യൂട്രൈൻ എപ്പിത്തീലിയം അട്രോഫൈഡ് ആണ്, അത് ഡിജനറേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ അതുമായിട്ടാണ് കോറിയോണിക് എപ്പിത്തീലിയത്തിലുള്ള കോറിയോണിക് വില്ലേ കോണ്ടാക്റ്റിൽ വരുന്നത്. ഇനി എൻഡോത്തീലിയോ കോറിയലിൻ്റെ പ്രത്യേകത അവിടെ യൂട്രൈൻ എപ്പിത്തീലിയവും അതുപോലെ തന്നെ യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂവും പോയിരിക്കുകയാണ്. അപ്പോൾ യൂട്രൈൻ എൻഡോത്തീലിയം മറ്റേണൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൻ്റെ വോള് അത് ഡയറക്റ്റ് കോറിയോണിക് വില്ലയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ഇനി അടുത്താണ് ഹീമോകോറിയൽ. ഹീമോകോറിയലിൻ്റെ പ്രത്യേകത 3 തരത്തിലുള്ള മറ്റേണൽ ടിഷ്യൂസും ഇവിടെ പോയിരിക്കുകയാണ്, അട്രോഫൈഡ് ആണ്. യൂട്രൈൻ എപ്പിത്തീലിയം പോയി, യൂട്രൈൻ കണക്റ്റീവ് ടിഷ്യൂ പോയി, യൂട്രൈൻ എൻഡോത്തീലിയം പോയി. അപ്പോൾ മറ്റേണൽ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോറിയോണിക് വില്ലയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുകയാണ്. ഇനി അടുത്താണ് ഹീമോ എൻഡോത്തീലിയൽ. ആ ടൈപ്പിൻ്റെ പ്രത്യേകത 3 തരത്തിലുള്ള മറ്റേണൽ ടിഷ്യൂസും ഇവിടെ പോയിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഫീറ്റൽ സൈഡിൽ നിന്ന് കോറിയോണിക് എപ്പിത്തീലിയവും അതുപോലെ തന്നെ കോറിയോണിക് കണക്റ്റീവ് ടിഷ്യൂവും ലോസ്റ്റായി പോയിരിക്കുകയാണ്. അപ്പോൾ ഫീറ്റൽ എൻഡോത്തീലിയം ഡയറക്റ്റ് മറ്റേണൽ ബ്ലഡ് സെൽസിൽ ബേസ്ഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫീറ്റൽ മെംബ്രെയിൻസ് ഇൻവോൾവ്. കോറിയോ വിറ്റിലൈൻ ഓർ യോക്ക് സാക്ക് പ്ലാസൻറ്റ. ഇതൊരു പ്രിമിറ്റീവ് ടൈപ്പ് ആണ്, ഫോംഡ് ബൈ ദ യോക്ക് സാക്ക് ആൻഡ് കോറിയോൺ. ദ കോറിയോണിക് ബ്ലഡ് വെസൽസ് ആർ കണക്റ്റഡ് വിത്ത് വിറ്റിലൈൻ വെസൽസ് ഓഫ് ദ യോക്ക് സാക്ക്. ഇനി അടുത്ത കാറ്റഗറിയാണ് കോറിയോ അലൻഡോയിക് പ്ലാസൻറ്റ. യൂത്തീരിയൻ മാമൽസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാസൻറ്റ എന്ന് പറയുന്നത് കോറിയോ അലൻഡോയിക് പ്ലാസൻറ്റയാണ്. ഇവിടെ യോക്ക് സാക്ക് എന്ന് പറയുന്നത് വെസ്റ്റീജലാണ്, അലൻഡോയിസ് വെൽ ഡെവലപ്ഡ് ആണ്, കോറിയോണുമായിട്ട് ഫ്യൂസ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോറിയോണിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. യൂട്രൈൻ വോളിന് ഡിപ്രഷൻസ് ഉണ്ട്, ആ ഡിപ്രഷൻസുമായിട്ടാണ് ഈ കോറിയോണിക് വില്ലേ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. കോറിയോ വിറ്റിലൈൻ പ്ലാസൻറ്റയുടെയും കോറിയോ അലൻഡോയിക് പ്ലാസൻറ്റയുടെയും ഒരു കമ്പാരിസൺ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കോറിയോണിക് വില്ലേ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോറിയോ അലൻഡോയിക് പ്ലാസൻറ്റയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള കണക്ഷനാണ് യൂട്രൈൻ വോളുമായിട്ട് ഉണ്ടാവുന്നത് കോറിയോ അലൻഡോയിക് പ്ലാസൻറ്റയിൽ. വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു കണക്ഷനാണ് കോറിയോ വിറ്റിലൈൻ പ്ലാസൻറ്റയിൽ യൂട്രൈൻ വോളുമായിട്ട് ഉണ്ടാകുന്നത്.